നിങ്ങൾ യു കെയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. യു കെ ഗവൺമെൻറ് തങ്ങളുടെ ഇമിഗ്രേഷൻ സിസ്റ്റം പൂർണ്ണമായി ഡിജിറ്റലാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 25 മുതൽ പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കർ പതിക്കുന്ന പഴയ രീതി അവസാനിക്കുകയാണ്. എന്താണ് ഇ വിസ? എന്താണ് ETA? നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി ഈ വിസ നിർബന്ധമാണ്. അതായത് നിങ്ങളുടെ വിസ പേപ്പറിലോ സ്റ്റിക്കർ രൂപത്തിലോ ആയിരിക്കില്ല. പകരം ഡിജിറ്റലായി നിങ്ങളുടെ പാസ്പോർട്ടുമായി ബന്ധിപ്പിച്ചിരിക്കും. ഇതിനായി നിങ്ങൾ ഒരു UKVI അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വിസ നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. ആർക്കും ഇത് തട്ടിയെടുക്കാനോ തിരുത്താനോ കഴിയില്ല. പഴയ രീതിയിൽ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പാസ്പോർട്ട് ആഴ്ചകളോളം എംബസിയിൽ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ബയോമെട്രിക്സ് നൽകാൻ വിസ സെന്ററിൽ പോയാൽ മാത്രം മതി. പാസ്പോർട്ട് നിങ്ങളുടെ കൈവശം തന്നെ വെക്കാം. യാത്ര പോകുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എയർലൈൻ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഡിജിറ്റൽ വിസ പരിശോധിക്കും. നിങ്ങളുടെ പാസ്പോർട്ടിലെ വിവരങ്ങളും ഓൺലൈൻ റെക്കോർഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസം പോലും ഉണ്ടാകാൻ പാടില്ല. പേര്, ജനനത്തീയതി, പാസ്പോർട്ട് നമ്പർ എന്നിവ കൃത്യമായിരിക്കണം. ഇനി യാത്രയ്ക്ക് തൊട്ട് മുൻപ് നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ഉടൻ തന്നെ നിങ്ങളുടെ ഓൺലൈൻ UKVI അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ അവർ അനുവദിക്കില്ല. അടുത്തതായി നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ETA അഥവാ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ. ഇത് പ്രധാനമായി വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് 16 പൗണ്ട് നൽകി ഓൺലൈനായി ഈ അനുമതി വാങ്ങാം. മലയാളികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു വിദേശ രാജ്യത്തെ പൗരത്വം, ഉദാഹരണത്തിന് US സിറ്റിസൺഷിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ETA ആവശ്യമായി വരും. ഇതിന് 2 വർഷം കാലാവധി ഉണ്ടാകും. ആ കാലയളവിൽ എത്ര തവണ വേണമെങ്കിലും UK സന്ദർശിക്കാം. ഈ വിസ അപേക്ഷ വളരെ ലളിതമാണ്. അതിനായി പ്രത്യേക മൊബൈൽ ആപ്പുകളും ലഭ്യമാണ്. നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളും മറ്റു രേഖകളും ഇതിലൂടെ സമർപ്പിക്കാം. മിക്കവാറും അപേക്ഷകളിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മറുപടി ലഭിക്കാറുണ്ട്. എങ്കിലും അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ യാത്രയ്ക്ക് കുറഞ്ഞത് 3 ദിവസം മുൻപെങ്കിലും അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ബ്രിട്ടീഷ് പൗരന്മാരും ഐറിഷ് പൗരന്മാരും ഈ ഡിജിറ്റൽ പെർമിറ്റുകൾ എടുക്കേണ്ടതില്ല. അവർക്ക് സാധാരണ പോലെ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. UK തങ്ങളുടെ അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുമ്പോൾ യാത്രകൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് അധികൃതർ പറയുന്നത്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് UKയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.